ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ KTUവിൻ്റെ 2024 സ്കീമിലെ മാത്തമാറ്റിക്സ് പേപ്പറാണ്, അതായത് അതിനകത്തുള്ള ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളെന്താണ് ഇവിടെ പ്രോബ്ലംസ് ചെയ്യുന്നത്, എങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മാക്സിമം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പ്രോബ്ലംസ് എങ്ങനെയൊക്കെ ചെയ്താൽ സോൾവ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് ഡി, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഇവർക്കൊക്കെ പേപ്പർ സെയിം പേപ്പർ തന്നെയാണ് വരുന്നത്. അതിനകത്ത് ഗ്രൂപ്പ് ബിക്കും സിക്കും ഒരേപോലത്തെ പേപ്പർ തന്നെയാണ്. ഗ്രൂപ്പ് ഡിക്ക് വരുന്നത് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ലാസ്റ്റ് ഒരു സെക്ഷൻ 8.4 എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഇപ്പോൾ ഗ്രൂപ്പ് ബിക്കും സിക്കും 8.4 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടാവും. ഗ്രൂപ്പ് ഡിക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ഉണ്ടാവില്ല, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. സോ നമുക്കെന്താണ് ഈ അതായത് നിങ്ങൾ 3 ബാച്ചുകാരായിരിക്കും. ഇപ്പോൾ എന്താണ് മൂന്ന് ബാച്ചുകാരാണെങ്കിലും ഒരേ പേപ്പർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ സിലബസ് തന്നെയാണ് ഉണ്ടാകുന്നത്. ദെൻ എക്സാം വരുന്നത് 100 മാർക്കിനാണ് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു സ്കീമിൽ 2019 സ്കീമിലാണെങ്കിൽ 150 മാർക്കിനാണ് എക്സാം വരുന്നത്. അതിനകത്ത് നിങ്ങൾ 50 മാർക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ടും എക്സ്റ്റേണൽ മാർക്ക് 100 മാർക്കും, അതായത് 100/150 50/150 മാർക്കാണ് വരുന്നത്. ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2/3 എന്ന് പറയും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3, അതായത് നമുക്ക് ഇവിടെ ഒരു 33.33%, ഇവിടെ ഒരു 66.66%. അപ്പോൾ ഇത്രയും എമൗണ്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ട് സ്കോർ നേടണം. ഇവിടെ എന്ന് പറഞ്ഞാൽ 33% മാർക്കേ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 100 മാർക്സാണ് എക്സാം വരുന്നത്. അതിനകത്ത് 60 മാർക്സ്, അതുപോലെ തന്നെ 40 മാർക്ക്. അപ്പോൾ 40/100 എന്ന് പറയുമ്പോൾ നമുക്ക് 40% മാർക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ട് കിട്ടും. ഇവിടെ 60/100 എന്ന് പറയുമ്പോൾ നമുക്ക് 60% മാർക്ക് നമുക്ക് ഇൻറ്റേർണൽ മീൻസ് എക്സ്റ്റേണൽ എക്സാമിനേഷനിലൂടെ സ്കോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 19 സ്കീമിലാണെങ്കിൽ 33% മാർക്ക്, അതായത് 33.33% മാർക്ക് മാത്രമേ നിങ്ങൾക്ക് ഇൻറ്റേർണലായിട്ട് കിട്ടുള്ളൂ. ബാക്കി 66% മാർക്കിനുള്ളത് നിങ്ങൾ പഠിച്ച് എക്സ്റ്റേണൽ എക്സാം എഴുതി തന്നെ വാങ്ങണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണലായിട്ട് കിട്ടും. ബാക്കി 60% മാർക്കിന് വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾ എക്സ്റ്റേണൽ എക്സാം എഴുതേണ്ട ആവശ്യമുള്ളൂ. ദെൻ 2.5 മണിക്കൂറാണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ ഓരോ മോഡ്യൂളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പഴയ സ്കീമിനനുസരിച്ച്. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. സോ നമുക്ക് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് 7.3 എന്ന് പറയുന്ന ഇർവിംഗ് ക്രേസിക്കിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിനകത്ത് 7.3, അതായത് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അതുപോലെ തന്നെ അതിനകത്ത് അപ്പോൾ ആ ലീനിയർ സിസ്റ്റം അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള ആ ഒരു മെത്തഡാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് നോക്കി പോവാം. അപ്പോൾ ഫസ്റ്റ് ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ ഇത് ഒന്നെങ്കിൽ പ്ലെയിനിൽ അല്ലെങ്കിൽ സ്പേസിൽ. അത് പ്ലെയിനിലാകുമ്പോൾ 2 ഡയമെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 2 അൺനോൺസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്പേസിലാണെന്നുണ്ടെങ്കിൽ 3 അൺനോൺസ് ഉണ്ടായിരിക്കും. സ്പേസിലോ പ്ലെയിനിലോ ഉള്ള ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നമുക്കിതിനകത്ത് വരുന്ന വേരിയബിൾസിൻ്റെ എല്ലാം പവേഴ്സ് 1 ആയിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസോ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇപ്പോൾ 2 അൺനോൺ ആണെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻസ് വേണം അതിനെ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി. ഇപ്പോൾ 3 അൺനോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻസ്, അതായത് 3 കണ്ടീഷൻസ് സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് 3 അൺനോൺസിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ബേസിക് കൺസെപ്റ്റ് വരുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 4x, അതുപോലെ ഇവിടെ ഈ x2 എന്നുള്ളത് നമുക്ക് XYZ എന്ന് വിളിക്കാം. അതായത് x1നെ x എന്നും x2നെ y എന്നും x3നെ z എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 4x + 6y + 9z = 6, അതുപോലെ തന്നെ 6x + 0y - 2z = 20, അതുപോലെ തന്നെ 5x - 8y + z = 10. അപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ട്. സോ നമുക്ക് 3 അൺനോൺസിനെ സോൾവ് ചെയ്യാൻ 3 ഇക്വേഷൻസ് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. സോ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ XYZനെ നമുക്ക് വേരിയബിൾസ്, അല്ലെങ്കിൽ നമുക്ക് അൺനോൺസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ XYZ ഫസ്റ്റ് പവറിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് സ്പേസിലുള്ള ലൈൻസിനെ, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ കിടക്കുന്ന ലൈൻസിനെയാണ് ഈ 3 ഇക്വേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ XYZനെ വാല്യൂസ് കിട്ടാൻ
ഒരു മെത്തേഡ് ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതിനെ നമുക്ക് എന്താണ് 3 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ സോൾവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്താണ് അതിനേക്കാൾ ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അതായത് ഓൾറെഡി ഒരു കുട്ടിക്ക് ഏതൊരു കുട്ടിക്കും ഇപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 3 അൺനോൺസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തെടുക്കാൻ അറിയാം. പക്ഷേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സെയിം കാര്യം ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നും അതേപോലെ തന്നെ ഇനി ഗോസ് എലിമിനേഷന് പകരം അതിനേക്കാൾ സിമ്പിളായിട്ട് ഇതെങ്ങനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്കെന്താണ് കുറച്ച് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പരിചയപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കെന്താണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് AX=B എന്ന് എഴുതാം. അപ്പോൾ അതിനകത്ത് A എന്ന് പറയുന്നത് എന്താണ് കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് വിളിക്കാം നമുക്കതിനെ. അപ്പോൾ എന്താണ് ഈ അൺനോൺസിൻ്റെയൊക്കെ കോഎഫിഷ്യൻസിനൊക്കെ എടുത്ത് എഴുതിയിട്ട് ഉള്ള ഒരു മെട്രിക്സ് ആണ് എന്ത് കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ദെൻ എന്താണ് ഇനി അതുപോലെ തന്നെ ഈ ഇതിനൊക്കെ നമുക്ക് എന്താണ് അൺനോൺസ് എന്ന് വിളിക്കാം ഈ വേരിയബിൾസിനെ. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന അതിനൊക്കെ നമുക്ക് എന്താണ് 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ 3 കണ്ടീഷൻസ് സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് എന്ത് നമുക്ക് ഇതിന് സൊല്യൂഷൻ കിട്ടുള്ളൂ എന്ന് പറയാം. ദെൻ അപ്പോൾ എന്താണ് ഈ എയും അതുപോലെ തന്നെ ഈ സൈഡ് കിടക്കുന്ന ബി എന്ന് പറയുന്ന ആ ഒരു കോളം മെട്രിക്സും ഒരുമിച്ച് എഴുതുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഞാൻ എന്താണ് ഒരു ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് 3 മെത്തേഡും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടി. 4x + 6y + 9z = 6 എന്നും അതുപോലെ തന്നെ 6x - 2z = 20, ദെൻ 5x - 8y + 8y + z = 10. ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കറിയാം എന്താണ് ഇതിനകത്ത് നിന്ന് രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ 2 ഇക്വേഷൻസിന് നമ്മളിപ്പോൾ ഇങ്ങനെ x + y = ഒരു 5 എന്നും 2x + y = 6 എന്നൊരു 2 ഇക്വേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ് സാധാരണ ഇതിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കിയിട്ട് ഇതിനകത്ത് നിന്ന് എന്താണ് ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഇക്വേഷൻ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരൊറ്റ വേരിയബിളായിട്ട് മാറും. എന്നിട്ട് നമ്മൾ എന്താണ് അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാം. ആദ്യം x + y = 5 എന്നും 2x + y = 6 എന്നും. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റ് 1 ആണ്. ഇവിടെ y-യുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഇതിനെ 1 ആയിട്ടും ഇതിനെ 2 ആയിട്ടും എടുക്കാം. 2 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും നോക്കാം. അപ്പോൾ 2x - x എന്ന് പറഞ്ഞാൽ x എന്ന് വരും. ദെൻ y - y എന്ന് പറഞ്ഞാൽ 0 എന്ന് വരും. 6 - 5 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. സോ x 1 ആണെങ്കിൽ ഇവിടെ y എന്തായിരിക്കും? 4 ആയിരിക്കും. നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കണം ഇനി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 × 1 + 4 = നമുക്ക് എങ്ങനെ വിളിക്കാം? 6 ആണ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കുക. അതായത് x ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ എന്താണ് കോഎഫിഷ്യൻറ്റ് നോക്കുക. അപ്പോൾ ഇവിടെ 4 ആണ് കിടക്കുന്നത്, ഇവിടെ 6 ആണ്, ഇവിടെ 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനൊക്കെ എന്താക്കണം? ഒക്കെ സെയിം കോഎഫിഷ്യൻസ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് 2 മൈനസ് ചെയ്യുക, 3 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും? ഇതിനകത്ത് നിന്ന് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഡിലീറ്റ് ആയി പോകും. ബാക്കി നമുക്ക് y ആൻഡ് z മാത്രമാവും. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഇക്വേഷനെ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനെന്താണ് ഈ ഒരു എല്ലാ ഇക്വേഷനെയും നമ്മളെന്താണ് ആ ഒരു ഫസ്റ്റ് എലമെൻറ്റ് അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. വെറുതെ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഗോസ് എലിമിനേഷൻ ചെയ്യുന്നത് വേറെ രീതിയിലാണ്, പക്ഷേ ഇങ്ങനെയും കൂടി ഇത് ചെയ്യാമെന്ന് കാണിച്ചു തരും. ഇവിടെ 6/4y പ്ലസ് ഇവിടെ എന്ത് വരും? 9/4z = 6/4 എന്ന് വരും. അടുത്ത ഇക്വേഷൻ എങ്ങനെ വരും? 6/6x പ്ലസ് അടുത്ത 0 ആണ് മൈനസ് 2/6z = 20/6 എന്ന് വരും. അടുത്ത എന്താണ്? 5/5x പ്ലസ് മൈനസ് 8y/5 ദെൻ പ്ലസ് 1/5z = 10/5 എന്ന് കിട്ടും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം 1 ആണ്, കാരണം ഇത് നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും നമ്മൾ മൈനസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് എക്സിൽ നിന്ന് എക്സും പോയി, ഈ എക്സും പോയി. ഇനി അടുത്തത് 6/4y മൈനസ് ഇവിടെ എന്താണ്? ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് ഇത് വരും ഇവിടെ 6/4, അതായത് നമുക്ക് എന്താണ്? നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ 3/2y മൈനസ് ഇവിടെ എന്താണ്? ഇവിടെ 9/4 മൈനസ് 2/6 9/4 മൈനസ് 2/6 എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് എന്താണ് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് 23/12 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അതുപോലെ തന്നെ ഇവിടെ 6/4 എന്നുള്ള എന്താണ്, നമുക്ക് ഇതിന് 3/2 എന്ന് എഴുതാം. 3/2 ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം, 10/3 എന്ന് എഴുതാം. 3 എന്ന് എഴുതാം. -11/6 എന്ന് കിട്ടും. അടുത്തത് എത്രയാണ്, -8/5 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 6/4 മൈനസ് എത്രയാണ് 8/5 എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് -1/10 എന്ന് കിട്ടും. എന്താണ് -1/10. അടുത്ത എത്രയാണ് 23 അല്ല, എത്രയാണ് ഇത്, എത്രയാണ് 9/4 ആണ്. സോ 9/4 മൈനസ് എത്രയാണ് 1/5. ഇവിടെ എന്താണ്, ഇവിടെ 41/20 എന്ന് കിട്ടും. അടുത്ത എന്താണ് 3/2 മൈനസ് 10/5. -1/2 എന്ന് കിട്ടും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് 2 വേരിയബിളിലുള്ള 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് നേരത്തെ കഴിഞ്ഞ ഇക്വേഷനിൽ ചെയ്ത പോലെ നമുക്കൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിനകത്ത് എക്സിനോ അല്ലെങ്കിൽ വൈക്കോ ഇസഡിനോ വാല്യൂ കിട്ടും. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് വൈ കണ്ടുപിടിക്കാം. ദെൻ എക്സും വൈയും ഇസഡും ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഗോസ് എലിമിനേഷൻ്റെ ഒരു പ്രൊസീജിയർ. ഇങ്ങനെയല്ല, പക്ഷേ ഗോസ് എലിമിനേഷൻ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയും ചെയ്യാം നമുക്ക് ഗോസ് എലിമിനേഷൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 2 ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് വൈ നാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കലി കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് വൈയുടെ കോഎഫിഷ്യന്റ് 3/2 ആണ്. അപ്പോൾ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ എന്താണ് 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്തെന്ന് കിട്ടും, ഇവിടെ വൈ എന്ന് കിട്ടും. അടുത്തെന്താണ്, അടുത്തതിനെ 2/3 കൊണ്ട് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും, 23/18 എന്ന് കിട്ടും. വൈ പ്ലസ് 23/18 ഇസഡ് ഇസ് ഈക്വൽ ടു എത്രയാണ് അവിടെ വരിക, -11/6 ഇൻറ്റു എത്രയാണ് 2/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടുക, -11/9 -11/9 എന്ന് കിട്ടും. നമ്മുടെ പുതിയ ഇക്വേഷൻ വൈ പ്ലസ് എത്രയാണ് 23/18 ഇസഡ് ഇസ് ഈക്വൽ ടു -11/9 എന്ന് കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു മൈനസ് ഫ്രണ്ടിക്ക് എടുക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് അതിനെ 10 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് -y പ്ലസ് അടുത്ത എന്താണ് 41/20 ആണ്. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 41/2 ഇസഡ് എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു -1/2. അതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -5 എന്നാവും. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ ഏതാണ്, -y പ്ലസ് 41/2 ഇസഡ് ഇസ് ഈക്വൽ ടു -5. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇതിനെ നമുക്കൊരു 4 എന്നോ ഇതിനെ 5 എന്നൊക്കെ വിളിക്കാം. 4 നിന്ന് 5 ആഡ് ചെയ്താൽ മതി, കാരണം ഇവിടെ എന്താണ് മൈനസ് സൈനാണ് കിടക്കുന്നത്. മൈനസ് സൈൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വരും, അവിടെ ആഡ് ചെയ്താൽ 0 എന്ന് കിട്ടും. അടുത്തത് എന്താണ് 23/18 പ്ലസ് 41/2 ഇത്രയും ഇസഡ്. അപ്പോൾ എത്ര വരും നമുക്ക് നോക്കാം, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി, അതാണ് കൂടുതൽ നല്ലത്. 23/18 പ്ലസ് എത്ര വരും 41/2 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, 196/9 ഇസഡ് എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് -5, അതായത് 5 പ്ലസ് എത്രയാണ് 11/9 അത് എത്ര കിട്ടുന്നത് 56/9 ആണ്. മൈനസ് സൈൻ ഉണ്ടാവും. നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, ഇസഡ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ 196/9 ഇസഡ് ഇസ് ഈക്വൽ ടു -56/9. അപ്പോൾ ഈ 9 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് 56ഉം 196ഉം ഉണ്ട്. നമുക്ക് 56/196 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 2/7 എന്ന് കിട്ടും. ഇസഡ് ഇസ് ഈക്വൽ ടു -2/7 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ചെയ്തതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ കിട്ടുന്നത് അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് ഏതൊക്കെയായിരുന്നു, 4x പ്ലസ് 6y പ്ലസ് 9z ഇസ് ഈക്വൽ ടു 6 എന്നും, അതുപോലെ തന്നെ 6x പ്ലസ് 0 മൈനസ് 2z ഇസ് ഈക്വൽ ടു 20, അതുപോലെ തന്നെ 5x മൈനസ് 8y പ്ലസ് z ഇസ് ഈക്വൽ ടു 10. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് നമ്മൾ
സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കെന്താണ് ഇവിടെ എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം ഒരേപോലെ ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ബാക്കി രണ്ട് ഇക്വേഷനും മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ എന്താണ് ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ ത്രൂ ഔട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, തേർഡ് ഇക്വേഷൻ ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 പുതിയ ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ അതിനകത്ത് 3 പുതിയ ഇക്വേഷൻസ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 3/2y പ്ലസ് 9/4z ഇസ് ഈക്വൽ ടു 3/2 ആൻഡ് x minus 1/3z plus x എല്ലാം x മൈനസ് സെക്കൻഡ് ഇക്വേഷൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x മൈനസ് 1/3z ഇസ് ഈക്വൽ ടു 10/3 എന്ന് വരും. അതുപോലെ തന്നെ തേർഡ് ഇക്വേഷൻ ആകുമ്പോൾ x മൈനസ് 8/5y പ്ലസ് 1/5z ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് നോക്കണം ഈ ഒരു മെത്തേഡും കൂടി. ഇനി എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ വരുന്നത് ഇവിടെ 0 എന്ന് കിട്ടും. അപ്പോൾ അടുത്തത് എന്ത് വരും, നമ്മളിവിടെ 3/2 മൈനസ് 1/3 ആണ്. നമ്മൾ നേരത്തെ തെറ്റിച്ചാണ് ചെയ്തത്, അതുകൊണ്ടാണ് നമുക്ക് ആൻസർ കിട്ടാതിരുന്നത്. സോറി, ഇവിടെ 3/2 മൈനസ് ഇവിടെ 0y ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, 3/2y ദെൻ പ്ലസ് എന്ത് വരും 9/4 മൈനസ് -1/3. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക, 31/12z ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, -11/6 എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. അതുപോലെ തന്നെ ഇനി എന്താണ്, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മുടെ തേർഡ് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യണം. തേർഡ് ഇക്വേഷൻ വരുന്നത് എന്താണ്, x മൈനസ് 8/5y പ്ലസ് 1/5z ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 0 എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ 3/2 മൈനസ് -8/5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 31/10y പ്ലസ് 41/20z ഇസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷനും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ നമ്മളിവിടെ ചെയ്തതുപോലെ കോഎഫിഷ്യൻസിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, 3/2y പ്ലസ് 31/12z ഇസ് ഈക്വൽ ടു -11/6 ആൻഡ് ദെൻ അടുത്ത ഇക്വേഷൻ 31/10y പ്ലസ് 41/20z ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എന്തായാലും -1/2 എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് മീൻസ് കോഎഫിഷ്യൻറ്റിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ ഒരു ഇക്വേഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, z മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും നോക്കാം. നമ്മുടെ സെക്കൻഡ് ഇക്വേഷന് അതിൻ്റെ വൈയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y പ്ലസ് എന്ന് നമുക്ക് എന്തെന്ന് കിട്ടും 31/6 z 6 അല്ല എത്ര വരിക 18 z ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക, -11/6 ഇൻറ്റു 2/3 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ 2 ഇവിടെ 3 കിട്ടും. അപ്പോൾ -11/9 എന്ന് കിട്ടും. അടുത്ത ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 31/10y ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y പ്ലസ് എന്താ വരിക 41/62 z ഇസ് ഈക്വൽ ടു മൈനസ് എത്രയായിരുന്നു 1/2 ആയിരുന്നു ഇൻറ്റു എന്താ വരിക 10/31. 10/31 ചെയ്ത് കഴിഞ്ഞാൽ 5/31 എന്ന് കിട്ടും. 5/31 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ്, ഇവിടെ രണ്ട് വേരിയബിൾസേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താണെന്ന് കേട്ടോ, ഇവിടെ അത് 0 ആയി മാറും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് എന്തെന്ന് വരും, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് 296/279 എന്ന് കിട്ടും. ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ ഒരു പാർട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ -296/279 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്താൽ z ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇനി ഇസഡിൻ്റെ വാല്യൂ നമ്മളെന്താണ്, നമുക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും, വൈയുടെ വാല്യൂ കിട്ടും. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് സെഡിൻ്റെ വാല്യൂ കിട്ടി, z ഇസ് ഈക്വൽ ടു, അതായത് ഇതാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗോസ് എലിമിനേഷനും ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനും ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, സൊല്യൂഷൻ കിട്ടുള്ളൂ. സോ നമുക്ക് എന്താണ് ഈ z ഇസ് ഈക്വൽ ടു -1 എന്നുള്ളത് നമുക്ക് എന്താണ് y പ്ലസ് 31/18 ഇൻറ്റു -1 ഇസ് ഈക്വൽ ടു -11/9 എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് y ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 31/18 -11/9 എന്ന് എഴുതാം. പിന്നെ നമുക്ക് 22/18 എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് കിട്ടും ഇവിടെ 18 31 നിന്ന് 22 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്, 9 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടുന്നത് 1/2 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ് 1/2 എന്ന് കിട്ടി.
സോ വൈയുടെ വാല്യൂ y ഈക്വൽ ടു 1/2. ഇനി അതെടുത്ത് എന്താണ് ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇട്ടപ്പോൾ എക്സ് പ്ലസ് 3/2 ഇൻറ്റു 1/2 പ്ലസ് 9/4 ഇൻറ്റു -1 ഇസ് ഈക്വൽ ടു 3/2. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3/4 മൈനസ് 9/4 ഇസ് ഈക്വൽ ടു 3/2. ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ 3/4 മൈനസ് 9/4 ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആണ്. -6/4 എന്ന് കിട്ടും. എത്രയാണ്? -6/4. അതിന് നമുക്ക് 3/2 എന്ന് എഴുതാം. -3/2. അപ്പോൾ ഇവിടെ എന്താണ് ഇതിനിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് പോകുമ്പോൾ എന്താ വരുന്നത്? 3/2 പ്ലസ് 3/2 നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ അൺനോൺസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 1/2 ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഒരു സൊല്യൂഷൻ 3 ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അൺനോൺസിൻ്റെ വാല്യൂ കാണുന്ന മെത്തേഡ്. ഈ പ്രൊസീജിയർ ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് മാട്രിക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഈ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടിയിട്ടുള്ള ഇസഡിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അത് എന്താണ് ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയുടെ വാല്യൂ കാണുക. വൈയും ഇസഡും അറിയുന്നത് കൊണ്ട് എന്താണ് അതെടുത്ത് 3 വേരിയബിൾസ് ഉള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തേർഡ് വേരിയബിൾ എക്സിൻ്റെ വാല്യൂ ആണ്. ഇത്രയേ ഉള്ളൂ. അതിനെയാണ് ഗോസ് എലിമിനേഷൻ, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ഗോസ് എലിമിനേഷൻ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും? നമ്മൾ AB എന്ന് പറയുന്ന ആ ഒരു ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എഴുതും ഗോസ് എലിമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഇത്രയും നേരം ചെയ്ത അതേ പ്രൊസീജിയർ മാട്രിക്സ് മെത്തേഡ്, അതായത് കൺസെപ്റ്റ് ഇതാണ്. ഏതൊരു മാട്രിക്സ്, അതായത് ഒരു മെട്രിക്സിനെ നമുക്ക് റോ അല്ലെങ്കിൽ കോളം ഇക്വലൻറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി നമുക്ക് എന്താണ് ഇക്വലൻറ്റ് മെട്രിക്സ് കിട്ടും. അതായത് നമ്മളൊരു മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? നമ്മുടെ കയ്യിലുള്ള മെട്രിക്സിൻ്റെ ഇക്വലൻറ്റ് മെട്രിക്സ് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുക്കും, അതിനെന്താണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഗോസ് എലിമിനേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്തൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ ഒരു പ്രൊസീജിയറിലേക്ക് എത്തിക്കും. അതെന്താണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ മെട്രിക്സിൻ്റെ ഇക്വലൻ്റ് ആണ്. അതിനകത്ത് നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കിട്ടും, അതെടുത്ത് വൈയിൽ അടുത്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയുടെ വാല്യൂ കിട്ടും, അതെടുത്ത് എക്സിൻ്റെ വാല്യൂ കാണും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അത് നമുക്ക് AB കാണണം, ഓഗ്മെൻറ്റഡ് മാട്രിക്സ് AB. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്തുള്ള കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? 4, 6, 9 ആൻഡ് അതിൻ്റെ കൂടെ എന്ത് എഴുതണം? ഒരു കോളം 6 കൂടി എഴുതാം. അടുത്തത് 6 ആൻഡ് 0 -2 then 20. അടുത്തത് എന്താണ്? 5 -8 then 1 and 10. ഇതാണ് നമ്മുടെ AB എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മാട്രിക്സ്. അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എന്ന് എഴുതിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മളവിടെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ 2 ഇക്വേഷൻസിൽ നിന്ന്, അതായത് ഇക്വേഷൻ 2ൽ നിന്നും 3ൽ നിന്നും നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ആ എലിമിനേഷൻ ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു എലിമിനേഷൻ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുമ്പോൾ എന്താ ചെയ്താൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ മാട്രിക്സിനെ എപ്പോഴും എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടമുള്ള എലമെൻസിനൊന്നും 0 ആക്കി പോകാൻ പറ്റില്ല. നമ്മളെന്താണ് അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് തന്നെ പോകണം. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു എലമെൻറ്റിനെ 1 ആക്കണം. ഇപ്പോൾ ഇവിടെ എന്താണ് 1 ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഒറ്റ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒറ്റ പ്രോബ്ലം 3 ഡിഫറെൻറ്റ് മെത്തേഡിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ ആ മെത്തേഡ് ഉപയോഗിച്ചാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഏറ്റവും കുറവ് സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന മെത്തേഡ് വേണം നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? R1 ചേഞ്ചസ് ടു R1/4. അത് ഞാൻ എന്താണ് ഇതിനെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് ഇതിനെ നമുക്ക് പൈവട്ട് എലമെൻറ്റ് എന്ന് വിളിക്കാം. അതിനെ ഞാൻ എന്ത് ചെയ്യണം? 1 ആക്കി മാറ്റണം. ഞാൻ എന്ത് ചെയ്യണം? അതിനെ ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് നമ്മളിവിടെ എഴുതാം. R1 ചേഞ്ചസ് ടു R1/4, then R2 changes to R2/6, then R3 changes to R3/5. അത് നമുക്ക് എന്തെന്ന് കിട്ടും? 1 3/2 9/4 3/2. അടുത്ത എന്ത് വരും? 1
ദെൻ 0 മൈനസ് 2/6 എന്ന് പറയുമ്പോൾ -1/3. ദെൻ ഇവിടെ നിന്ന് ഒരു 20/6 എന്ന് പറയുമ്പോൾ 10/3. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 - 8 പ്ലസ് വേണ്ട 1/5 ആൻഡ് ദെൻ 10/5 എന്ന് പറയുമ്പോൾ 2. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷന് ശേഷമുള്ള മെട്രിക്സ് വരുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? R2 ചേഞ്ചസ് ടു R2 - R1, അതുപോലെ തന്നെ R3 ചേഞ്ചസ് ടു R3 - R1 ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് R2 ചേഞ്ചസ് ടു R2 - R1, നമുക്കിത് 0. അടുത്തത് എന്താണ്? R3 ചേഞ്ചസ് ടു R3 - R1, ഇതും 0 ആയി. അടുത്ത് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ ഇത് വരും നമുക്കിവിടെ -3/2 എന്ന് വരും. -3/2. അടുത്ത് എന്താണ്? -1/3 -9/4 ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് എന്താണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് റോ മൊത്തം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 -3/2 ആൻഡ് -31/12 ആൻഡ് ദെൻ 11/6 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 - 3/2, 8 - 3, അതായത് -8 - 3/2 നമുക്ക് എന്ത് കിട്ടും? -19/2 എന്ന് കിട്ടും. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത എലമെൻ്റ് ഏതാണ്? 1/5 ആണ്. അപ്പോൾ 1/5 - 9/4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? -41/20 എന്ന് കിട്ടും. അടുത്ത് 2/3/2 ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? മീൻസ് 2 - 3/2 ചെയ്താൽ 2 - 3/2 ചെയ്താൽ എന്ത് വരും? 4 - 3/2 = 1/2. ഇവിടെ 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പുതിയ മാട്രിക്സ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് നമ്മളെന്താണ്, ഈ ഒരു റോ ഇനി നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിനെ നോക്ക്, ഈ ഒരു മെട്രിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പൈവോട്ട് എലമെൻ്റ് ആയിട്ട് എന്താണ്? -3/2 ചൂസ് ചെയ്യുക. എന്നിട്ട് ഒന്നെങ്കിൽ അതിനെ 1 ആക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ 3/2 അങ്ങനെ തന്നെ നിർത്തിയിട്ട് ആ താഴെയുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ അതിനെ 0 ആക്കണം. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ എന്താണ്? ഇതാണ് പൈവോട്ട് എലമെൻറ്റ്. അതിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത നോൺ സീറോ മെട്രിക്സ് അല്ലെങ്കിൽ അടുത്ത നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെയുള്ള അടുത്ത എന്താണ് ഫസ്റ്റ് റോ ചൂസ് ചെയ്യുക. ഫസ്റ്റ് എലമെൻറ്റിനെ പൈവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അതിൻ്റെ താഴേക്കുള്ള റോസിലെ എല്ലാ എലമെൻറ്റ്സും 0 ആക്കുക. അതേപോലെ തന്നെ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് നെക്സ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റിനെ പൈവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. ഇഫ് അത് 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ചേഞ്ച് ചെയ്യണം, ഇൻ്റർചേഞ്ച് ചെയ്യുക. മീൻസ് റോ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ആ ഒരു എലമെൻറ്റ് 0 അല്ലാത്ത ഒരു എലമെൻറ്റ് കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ഈ 3/2 പകരം -3/2 പകരം അവിടെ 0 ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ റോ ഇൻ്റർചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഫസ്റ്റിലും. ഫസ്റ്റ് കോളത്തിൽ മീൻസ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് അത് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റോ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് അവിടെ എന്താണ് നോൺ സീറോ എലമെൻറ്റിനെ കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ റിമൈനിങ് റോസിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും എന്താണ് ഫസ്റ്റ് കോളത്തിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും 0 ആക്കണം. അതുപോലെ ദെൻ എന്ത് ചെയ്യണം? പിന്നെ ബാക്കി വരുന്ന റിമൈനിങ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ പൈവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. എഗെയിൻ എന്ത് ചെയ്യണം? അതിൻ്റെ താഴേക്കുള്ള റോസിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഫസ്റ്റ് കോളത്തിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സിനെയും 0 ആക്കണം. അതായത് ഇപ്പോൾ -3/2 പൈവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് റിമൈനിങ് വരുന്ന റോസിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ എന്താക്കുക? 0 ആക്കുക. അതാണ് നമ്മുടെ ഈ ഒരു ഗോസ് എലിമിനേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വരുന്നത്. അത് ആ ഒരു നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്യണം? ഇനി റോ 2 ചേഞ്ചസ് ടു R2 ചേഞ്ചസ് ടു R2 അതിൻ്റെ റെസിപ്രോക്കൽ അത്രയൊന്നും 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. R2 × 2/3 ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് R3 ചേഞ്ചസ് ടു R3 × 2/19 ചെയ്യുക. നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കിട്ടും? ഈ 41 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? നമുക്ക് 190 എന്ന് കിട്ടും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 പോയിട്ട് അവിടെ എത്ര വരും? അവിടെ നമുക്ക് 19 എന്ന് വരും. 19 അല്ല,
നമ്മുടെ ഈ ഒരു റൂൾ ഇവിടെ -1 വരും. അടുത്തത് എത്ര വരിക? -31/18 എന്ന് വരും. അടുത്തത് 11/9 എന്ന് വരും. അടുത്തതിനകത്ത് -1 വരും. -41/190 വരും. അടുത്തതിനകത്ത് 1/19 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ജസ്റ്റ് സൈൻ സെയിം ആയതുകൊണ്ട് ജസ്റ്റ് എന്താ ചെയ്താൽ മൈനസ് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യണം? R3 ചേഞ്ചസ് ടു R3 - R2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇവിടെ 0 ആവും, ഇവിടെ 0 ആവും. അടുത്തത് ഇവിടുത്തെ ഈ ഒരു എലമെൻറ്റ് എത്രയായി മാറും? 2699 ഡിവൈഡ് ബൈ 1140 എന്നായി മാറും. അവിടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും നോക്കാം. ഇവിടെ എത്ര വരിക? ഇവിടെ -200/171 എന്ന് വരും. നമ്മൾ ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 8 എടുക്കുന്നതിന് പകരം നമ്മൾ -8/5 പകരം -8 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഒരു -8/5 ആകുമ്പോൾ അതിനനുസരിച്ച് -19/2 എന്നുള്ളത് ആ ഒരു എലമെൻ്റ് അല്ല വരിക. ഇവിടുത്തെ ഒരു എലമെൻറ്റ് എന്താണ്? 31 ഡിവൈഡഡ് ബൈ 10 എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റേ എലമെൻറ്റ് അടുത്ത എലമെൻറ്റ് എന്താണ്? 1/5 -9/4 ആണ്. അത് -41/20 എന്ന് തന്നെയാണ് വരിക. then അടുത്തത് 2 - 3/2 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് തന്നെ വരും. എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു 31 എന്ന് പറയുന്ന 31/10ൻ്റെ റെസിപ്രോക്കൽ കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കെന്താണ് ഈ ഒരു മെട്രിക്സ് ഇവിടുത്തെ എലമെൻറ്റ് 1 എന്ന് വരും. അടുത്തത് -41/62 എന്ന് വരും. അടുത്തത് 5/31 എന്ന് വരും. എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ ഇപ്പോൾ നമുക്ക് റോ 2ൽ കിടക്കുന്ന മൈനസും റോ 3ൽ കിടക്കുന്നത് പോസിറ്റീവ് നമ്പറുമാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നമ്മളെന്ത് ചെയ്യണം? ഇനി റോ 3 ചേഞ്ചസ് ടു അടുത്ത സ്റ്റെപ്പ് റോ 3 ചേഞ്ചസ് ടു റോ 3 പ്ലസ് റോ 2 ചെയ്യണം. നമുക്കിവിടെ 0 എന്ന് കിട്ടും. അടുത്തത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അതായത് -31/18 അതുപോലെ തന്നെ -41/62 ആഡ് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക നോക്കാം. ഇവിടെ മൈനസ് ഉണ്ട്, സോറി. അപ്പോൾ എന്താണ് ഇവിടെ മൈനസ് തന്നെയാണ് ചെയ്യേണ്ടത്. റോ 3 ചേഞ്ചസ് ടു റോ 3 മൈനസ് റോ 2 തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ 0 വന്നു. അടുത്ത ഇവിടുത്തെ എലമെൻറ്റ് എന്ത് വരും നമുക്ക് നോക്കാം. എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഇവിടുത്തെ ഈ ഒരു എലമെൻറ്റ് എന്തായിരുന്നു? -41/62 ആയിരുന്നു. അതെ -31/. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 31/18 - 41/62. പവർ എലമെൻറ്റ് വരുന്നത് 296. നമുക്ക് നേരത്തെ കിട്ടിയ അതേ നമ്പർ തന്നെയാണ് വരുന്നത്, പക്ഷേ മെട്രിക്സിലായിരുന്നു മാത്രം. 296 ഡിവൈഡ് ബൈ 279. ദെൻ ഇവിടുത്തെ ആ ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് 5/31 മൈനസ് 11/9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? -296 ഡിവൈഡ് ബൈ 279 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എലമെൻറ്റും സെയിം ആണ്. അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ ഒരു മെട്രിക്സിലേക്ക് എത്തുകയാണ് നമ്മുടെ ആവശ്യം. ഇതിനെയാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അതായത് ഇതാണ് സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ്, ഇതാണ് എന്ത് ബി എന്ന് പറയുന്ന ആ ഒരു കോളം മെട്രിക്സിനകത്തുള്ള എലമെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് Z = എന്താണ് -1 എന്ന് നമുക്ക് കിട്ടും ഇവിടുന്ന്. മനസ്സിലായല്ലോ? നമ്മൾ എന്താണ് നേരത്തെ ചെയ്ത അതേപോലെ Z = -1 എന്ന് കിട്ടി. ഇനി ആ ഒരു വാല്യൂ എന്താണ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? -y -31/18 Z = 11/9 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ആവും. എന്താണ് 31/18 എന്നാവും /80. അപ്പോൾ നമുക്ക് y ഇങ്ങോട്ടും 11/9 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും നമുക്ക്? y = നമുക്ക് എങ്ങനെ എഴുതാം? 31 ഡിവൈഡഡ് ബൈ 18 മൈനസ് 11/9 എന്ന് എഴുതാം. 11/9. അപ്പോൾ നമുക്ക് എന്താണ് 0.5 എന്ന് കിട്ടും. എന്താണ് വൈയുടെ വാല്യൂ നമുക്ക് നമുക്ക് എന്താണ് 1/2 എന്ന് കിട്ടി. ഇനി എന്താണ് അഗൈൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഇസഡും അപ്പോൾ ഇവിടെ എന്താണ് എക്സ് പ്ലസ് 3/2 ഇൻറ്റു 1/2 മൈനസ് 9/4 = 3/2. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 3/4 മൈനസ് 9/4 അപ്പോൾ എന്ത് വരും? -6/4 എന്ന് വരും. -6/4 അഗൈൻ ക്യാൻസൽ ചെയ്താൽ 3/2 എന്നാവും. അപ്പോൾ -3/2 ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെന്നാവും? x = നമുക്ക് 3 എന്ന് കിട്ടും. x =
എക്സ് ഇസ് ഇക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് പ്രൊസീജിയറും ലെങ്തിയാണ്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യം എന്താണ്, ഈ ഒരു പ്രോബ്ലം, ഇങ്ങനൊരു പ്രോബ്ലം വന്ന് ഗോസ് എലിമിനേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും ടൈം എടുത്തത് സോൾവ് ചെയ്യുന്നതല്ല നമുക്ക് ആവശ്യം. അതിന് പകരം മറ്റൊരു മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് പഠിക്കുന്നത് കൊണ്ട് യൂസ്ഫുൾ, അതായത് ഇലക്ട്രിക്കലിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരും. ദെൻ അതേപോലെ തന്നെ നമുക്ക് മെക്കാനിക്സിനകത്തും ഇങ്ങനത്തെ പ്രോബ്ലംസ്, അതായത് 3 അൺനോൺസും 3 ഇക്വേഷൻസും സോൾവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് വരും മെത്തേഡ് ഓഫ് സെക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ആവശ്യം വന്നില്ലെങ്കിലും കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു പോകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഗോസ് എലിമിനേഷൻ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, ദെൻ അതിനെ തന്നെ നമുക്ക് 2 തരത്തിൽ ചെയ്യാമെന്ന് മനസ്സിലാക്കി. മാട്രിക്സ് ഉപയോഗിച്ചും ചെയ്യാം, അതല്ലാതെ സാധാ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെയും ചെയ്യാം. ഇനി അതല്ലാതെ ഇതെങ്ങനെ ചെയ്യാമെന്ന്, ഈ ഗോസ് എലിമിനേഷൻ അതല്ലാതെ, ഗോസ് എലിമിനേഷൻ അല്ലാതെ തന്നെ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ പേരാണ് മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനെ നമുക്ക് എന്താണ്, ഇതാ എ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷനെ എ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ഐ എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ബി. അതായത് എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്ന ആ ഒരു കോളം മാട്രിക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു, അതായത് കോഎഫിഷ്യന്റ് മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്ന കോളം മാട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത് ചെയ്ത് അങ്ങനെ എന്താണ് എക്സ് എന്ന് പറയുന്ന ആ ഒരു കോളം മെട്രിക്സിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്കത് ഈ ഒരു സെയിം മെട്രിക്സിനെ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു കോഎഫിഷ്യന്റ് മെട്രിക്സ്, അതായത് എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് അത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുക. അതിനകത്ത് മെട്രിക്സ് എടുക്കുക, അതിനകത്ത് 3/3 മെട്രിക്സ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു മെട്രിക്സ് ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്, സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ദെൻ 6 9 6 0 -2 ദെൻ 5 -8 1. ഇതാണ് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സും സെയിം പ്രൊസീജിയർ ഉപയോഗിച്ച് സേവ് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു കോളം മെട്രിക്സ് ആണ്, 3/1 എന്നാണ് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. സോ നമ്മൾ 3 ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്, 6 20 10. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്, എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 4 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെട്രിക്സ് കിട്ടും. അപ്പോൾ 3 എന്ന് പറയുന്നതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പോൾ 3 എന്നുള്ള നമ്പർ ചൂസ് ചെയ്യാം. ഇനി ഇൻറ്റു, അതായത് നമുക്ക് എയുടെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. സോ ഞാൻ ഇൻവേഴ്സ് എടുത്തു. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ അതൊരു ബ്രാക്കറ്റിനകത്ത് ഇടുക, മാട്രിക്സ് എയുടെ ഇൻവേഴ്സ്. ഇനി എന്ത് ചെയ്യണം, ഇൻറ്റു മാട്രിക്സ് ബി ചെയ്യണം. അതിനുവേണ്ടി അഗെയിൻ മാട്രിക്സ് ബിയുടെ നമ്പർ 4 ആണ്, അപ്പോൾ ചൂസ് ചെയ്യാം. അപ്പോൾ മാട്രിക്സ്, അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടി. എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് എന്ത്, എക്സ് എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം ചെയ്ത ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്ന 2 സ്റ്റെപ്പും എന്താണ് കാൽക്കുലേറ്ററിനകത്ത് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂ 1/2 ആണ്, സെഡിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ആ ഒരു 3 ഇക്വേഷൻസ് എടുത്ത് എഴുതണം. അതിനകത്ത് നിന്ന് കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുത്ത് എഴുതണം. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്ററിനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ എഴുതുക, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതി വെക്കുക. എന്നിട്ട് കാൽക്കുലേറ്ററിൽ എ സ്റ്റോർ ചെയ്യുക, ബി സ്റ്റോർ ചെയ്യുക, ദെൻ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, നമുക്ക് ഇതിൻ്റെ എന്താണ് യുണീക്ക് സൊല്യൂഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ അതിന് അങ്ങനെ യൂണിക് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇതാണ്, 3 ഇക്വേഷൻ, എത്ര ഇക്വേഷൻസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഇക്വേഷൻസും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ ആയിരിക്കണം. ഇനി എന്താണ് സിംഗിൾ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് എന്താണ്, ആ ലൈന് ഒറ്റ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് 3 ലൈൻസാണ്, ആ 3 ലൈൻസും സിംഗിൾ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു മീനിങ്, ജോമെട്രിക്കലി അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി എന്താണ്, ആ ലൈൻസ് കോയിൻസൈഡ് ചെയ്യണമെന്നുണ്ട്, അതായത് പ്രൊപ്പോർഷണൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറയാം. അതേപോലെ തന്നെ ലൈൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് നോ സൊല്യൂഷൻസ്, നമുക്ക് സൊല്യൂഷൻസ് കിട്ടില്ല. അപ്പോൾ എന്താണ് ഇത് നമുക്ക് +2 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാട്രിക്സ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന 2 ചാപ്റ്റർ
പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മളെന്താണ് നമുക്ക് ഡിറ്റർമിനൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈൻസ് പാരലലോ പ്രൊപ്പോർഷണലോ ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഡിറ്റർമിനൻറ്റ് കിട്ടില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അടുത്തൊരു റാങ്ക് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്ക് കാണാൻ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്, അവിടെ വരുന്നുണ്ട്. സോ എന്താണ് പറയാനുള്ളത്, ഒരു ലൈൻസ് പാരലലോ പ്രൊപ്പോർഷണലോ ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ പറ്റില്ല. അതായത് മെട്രിക്സ് ഇൻവേർട്ടിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എടുക്കും. അതായത് സിംഗിൾ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മെട്രിക്സ് എന്തായിരിക്കണം, മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കണം. ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻറ്റ് കാണാൻ പറ്റണം. ഡിറ്റർമിനൻറ്റ് കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്താവണം, ലൈൻ പാരലലോ പ്രൊപ്പോർഷണലോ ആവരുത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ, എന്താണ് ഓൺലി വൺ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ലൈൻ എന്തായിരിക്കണം, അറ്റ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം, ആ 3 ലൈൻസും കൂടി. ഇനി ഗോസ് എലിമിനേഷൻ്റെ ചെയ്യേണ്ട പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. അപ്പോൾ ഇത് സ്റ്റെപ്പ് നമ്മളിപ്പോൾ കണ്ടതാണ്. അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. അടുത്താണ് ഞാൻ പറഞ്ഞ റാങ്ക് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്തുള്ള ഏറ്റവും ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സിൻ്റെ ഓർഡറാണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് നമുക്ക് അഗൈൻ ഇതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എന്താണ് നമുക്ക് 3 വെക്റ്റേഴ്സ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ ഒരു 3 വെക്റ്റേഴ്സും എന്താണ് പാരലൽ വെക്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഡിറ്റർമിനൻറ്റിൽ നമുക്കറിയാം എന്താണ് നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു, അതായത് എ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു, നമ്മൾ +2 എ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു എ എന്നൊരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് ആ ഒരു ഐ എന്ന് പറയുന്നത്, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മളെന്താണ് ഇൻവേഴ്സ് മെട്രിക്സ് ആക്കി മാറ്റും. അങ്ങനെ ഒരു എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ, അതായത് അവിടെ ഒരു എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിറ്റർമിനൻറ്റ് കാണുന്നത് അല്ലെങ്കിൽ മീൻസ് ഇൻവേഴ്സ് കാണുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം എന്ത് ഡിറ്റർമിനൻറ്റ് ഉണ്ടെങ്കിലേ എന്ത് നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ അതേ സെയിം കൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്തുള്ള ഞാൻ പറഞ്ഞല്ലോ വെക്റ്റേഴ്സാണ്. ഒരു മെട്രിക്സിനകത്ത് 1, 2, 3 വെക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ വെക്റ്റേഴ്സൊക്കെ എന്താണ് പാരലലോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, അതിനകത്ത് ഏതെങ്കിലും റോയോ അല്ലെങ്കിൽ കോളോ ഒക്കെ ക്യാൻസലായിട്ട് പോകും. അങ്ങനെ ക്യാൻസലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു തന്നിട്ടുണ്ടായിരുന്ന മെട്രിക്സിനേക്കാൾ ലെസ്സറായിരിക്കും. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു m റോസ് ഉണ്ട്, n റോസ് ഉണ്ട്. അതിനകത്ത് നമുക്കൊരു m-p റോയും n-p റോയും ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് അതിൻ്റെ ഓർഡർ p ആണെന്ന്, അല്ലെങ്കിൽ p ഓർഡറുള്ളൊരു സ്ക്വയർ മാട്രിക്സ് നമുക്ക് കിട്ടുമെന്ന് പറയാം. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെട്രിക്സ് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ എന്താണ് കാൽക്കുലേറ്ററിൽ ആ ഒരു മെട്രിക്സ് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് കാൽക്കുലേറ്ററിൽ ഡിറ്റർമിനൻറ്റ് കാണാം. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് അതൊരു സിംഗുലാർ മെട്രിക്സ് ആണെന്ന് പറയാം. സിംഗുലാർ മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ റാങ്ക് എന്തായാലും ഓർഡറിനേക്കാൾ, തന്നിട്ടുള്ള മെട്രിക്സ് ഒരു 3x3 മെട്രിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു m×n മെട്രിക്സ് ആണെങ്കിൽ അതെന്താണ് അതിനകത്തുള്ള ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ അതിൻ്റെ ഓർഡറായിട്ട് പറയുന്നത്. സോ ഓർഡറിനേക്കാളും ചെറുതായിരിക്കും റാങ്ക് എന്ന് പറയാം. എങ്ങനെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ. ആൻഡ് ഇഫ് ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റാങ്ക് ഇസ് ഈക്വൽ ടു ദ ഓർഡർ ആണെന്ന് തന്നെ പറയാം. സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലാണ് കേട്ടോ, സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് എങ്ങനെ കാണുന്നത്, നമുക്ക് റോ എക്കലോൺ ഫോം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് റാങ്കിൻ്റെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനെന്താണ് 1 2 3 2 3 4 0 2 2 ഇതൊരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ റാങ്ക് കാണണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ സ്കീമിൽ ഇതെന്താണ് എല്ലാ പേപ്പറിലും ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് റാങ്ക് കാണാനാണ് പറയാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഒരു മെട്രിക്സ് എയുടെ ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ ഇത് സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. റാങ്ക് എന്തായിരിക്കും, ഓർഡറിനേക്കാൾ ചെറുതായിരിക്കും. ഇപ്പോൾ ഇതെന്താണ് സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് n/n മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n ആണ്. ദെൻ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ റാങ്ക് ഇസ് ഈക്വൽ ടു റാങ്ക് ലെസ് ദാൻ n ആയിരിക്കും, ഓർഡർ ആയിരിക്കും. ഇഫ് എ നോട്ട് ഈക്വൽ ടു 0, ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ റാങ്ക് ഇസ് ഈക്വൽ ടു ഓർഡർ തന്നെ ആയിരിക്കും. സോ നമുക്കെന്താണ് ഈ ഒരു കൺസെപ്റ്റ്, ഇത് നമുക്കെന്താണ് ഈ ഡിറ്റർമിനൻറ്റ് നമുക്ക് കാൽക്കുലേറ്ററിൽ കാണാൻ പറ്റും. നമുക്ക് ഇത്
നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവുക ഇത് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി എന്താണ് നമുക്ക് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മെട്രിക്സ് ആണല്ലോ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം കംപ്ലീറ്റ് 0 ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഈ പറയുന്ന പോലെ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. സോ അതിൻ്റെ റാങ്ക് സ്മോൾ ആയിരിക്കും. അല്ലെങ്കിൽ പ്രപ്പോർഷണലാക്കാൻ പറ്റണമെങ്കിൽ നമുക്കെന്താണ് അതിനകത്ത് നിന്ന് ഒരു റോ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ മെട്രിക്സിൻ്റെ റാങ്ക് കാണുന്നത് എങ്ങനെയാണ്, കോഫാക്ടർ എക്സ്പാൻഷൻ വഴിയാണ്. കോഫാക്ടർ എക്സ്പാൻഷൻ വഴി ഒന്നുമില്ല, നമ്മൾ സാധാരണ കാണുന്ന പോലെ ഇപ്പോൾ 1 into അതിൻ്റെ എന്താണ് 3 4 2 2 പ്ലസ് എന്താണ് 2 into ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് ആരുടെ ഡിറ്റർമിനൻറ്റ് നമ്മൾ കാണുന്നത് 2 4 0 2 പ്ലസ് 3 into സോറി ഇവിടെ മൈനസാണ്, ദെൻ ഇവിടെ എന്ത് വരും 2 3 0 2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണാറ്, ഡിറ്റർമിനൻറ്റ് കാണാറ്. ഇപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാൻ മതി, മെട്രിക്സ് സ്റ്റോർ ചെയ്ത് ഡിറ്റർമിനൻറ്റ് സെലക്ട് ചെയ്താൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ഇത് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഇതിൻ്റെ റാങ്ക് ഇതിൻ്റെ ഓർഡറിനേക്കാൾ ചെറുതാണ്. ഇവിടുത്തെ n = 3 ആണ്, നമുക്ക് പറയാൻ തോന്നുന്നത് 2 ആവും അല്ലെങ്കിൽ 1 ആവും എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ 3നേക്കാളും ലെസ് ആവണമെന്ന് പറയാം. ഇനി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഇതെന്താണ് 3 എന്നല്ലേ, അപ്പോൾ ഇവിടെ 3 into 2 അപ്പോൾ എന്താണ് ഇവിടെ 6 - 8 വന്നു. ഇവിടെ എത്ര വരും, അപ്പോൾ എത്ര വരും -2 എന്ന് വരും, -2 വരും. ദെൻ -2 into ഇവിടെ 2 2 എത്ര 4 4 - 0 ഇത് 0 അപ്പോൾ 2 into എന്ത് വരും 0 എന്ന് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് ഇവിടെ 2 എത്രയാണ് 4 - 0 അപ്പോൾ 4 അല്ല ഇവിടെ എത്രയാണ് 4 -0 ആണ് വരുന്നത്. 4 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4 തന്നെയാണ്. അപ്പോൾ 4 into 2 എത്രയാണ് -8 ആണ് വരുന്നത്. then ഇവിടെ 4 into എത്രയാണ് 3 അപ്പോൾ 12 എന്ന് വരും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ് വരിക, ഇത് -10 എന്നാണ് വരുന്നത്. അപ്പോൾ -10 + 12 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക 12 - 10 ആണ് = 2. അപ്പോൾ നമുക്ക് എന്താണ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ദെൻ ഇറ്റ് ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ആൻഡ് ഹൂസ് റാങ്ക് ഈസ് ഈക്വൽ ടു ഓർഡർ. സോ n = 3 = r, ദാറ്റ് ഈസ് റാങ്ക് = 3. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ നമുക്ക് ഇതിനെ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി. നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നെയാണ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി വേറൊരു മെട്രിക്സ്, ഇതല്ലാത്തൊരു കേസ് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. മെട്രിക്സ് 1 2 3 2 3 4 3 5 7. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എക്സ്പാൻഷൻ ചെയ്യുകയാണ്. 1 into 3 4 5 7 -2 into ഡിറ്റർമിനൻറ്റ് ഓഫ് സ്ഥാനമില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി വൃത്തിക്ക് എഴുതാം. ഒരു മെട്രിക്സിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. 1 into 3 4 5 7 അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് -2 into ഡിറ്റർമിനൻറ്റ് ഓഫ് 2 4 3 7 പ്ലസ് 3 into ഡിറ്റർമിനൻറ്റ് ഓഫ് ഏതാണ് 2 3 3 5. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 എത്രയാണ് 21 - 20 അപ്പോൾ എത്ര വരിക എത്ര വരിക ഇവിടെ 1 എന്ന് വരും. ഇവിടെ -2 into ഇവിടെ എത്രയാണ് 2 into 7 14 - 12 അപ്പോൾ 2 വരും. അപ്പോൾ എത്ര വരും -4 എന്നാവും ഇത്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് 2 into 5 10 - 9 അപ്പോൾ എന്താ 1 വരും. 1 into 3 3 എന്ന് വരും. അപ്പോൾ 3 + 1 - 4 = 0. അപ്പോൾ ഇവിടെ എന്താണ് ഇതൊരു സിംഗുലർ മെട്രിക്സ് ആണ്, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് = 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഡിറ്റർമിനൻറ്റ് = 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റാങ്ക് ലെസ് ദാൻ ഓർഡർ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് 2 എന്നൊക്കെ എഴുതി വെക്കാം. എക്സാമിന് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോഫാക്ടറിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി. അതായത് ഇപ്പോൾ ഞാൻ 1 2 2 3 എന്ന് എടുത്തു. അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തുള്ള ഫസ്റ്റ് സബ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോക്കുമ്പോൾ എന്താണ് 3 - 4 = മൈനസ് ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. ദെൻ നമുക്ക് പറയാം എന്താണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ റാങ്ക് = n, ദാറ്റ് ഈസ് = 2 എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്ത് ഡിറ്റർമിനൻറ്റ് a not = 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് റാങ്ക് = ഓർഡർ തന്നെയാണ്. റാങ്ക് r = n ആണ് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ. അതല്ലാത്ത കേസിൽ നിങ്ങൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടി വരും.
ആൻഡ് ഇഫ് സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ, അതായത് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ലീസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ റാങ്ക് കണ്ടു നോക്കുക. അതിൻ്റെ റാങ്ക് എന്താണ്, -1 അല്ല മീൻസ് നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ തന്നെയാണ് എന്ത് റാങ്ക് ആയിട്ട് എടുക്കുക. ഇനി പുതിയ സ്കീമിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെന്ന് അറിയില്ല. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വി ക്യാൻ കോൾ എ linear system S1 or equivalent to a linear system S2 if S1 can be obtained from S2 by finitely many row operations. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു സിസ്റ്റം S1 നമുക്ക് എന്താണ് റോ ഇക്വാലൻറ്റ് ടു S2 എന്ന് വിളിക്കാം. ഇപ്പോൾ S1 അല്ലെങ്കിൽ S2 എന്ന് പറയുന്നത് S1-ൽ നിന്ന് ഇൻഫിനിറ്റ് മീൻസ് ഫൈനൈറ്റ്ലി മെനി റോ ഓപ്പറേഷൻസ്, അതായത് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി കിട്ടുന്ന സിസ്റ്റമാണ് S2 എന്നുണ്ടെങ്കിൽ നമുക്ക് S1-നെ S2-നെ റോ ഇക്വാലൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ റോ ഇക്വലോൺ ഫോം പഠിക്കാനുണ്ട്, അതിനകത്ത് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് ഇപ്പോൾ ലിനിയർ സിസ്റ്റം കോൾഡ് ഓവർ ഡിറ്റർമൈൻ ഇഫ് ദ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ഇക്വേഷൻസ്, നമുക്ക് എന്താണ് ഇപ്പോൾ 4 ഇക്വേഷൻസും 3 അൺനോൺസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം, ആ ഒരു സിസ്റ്റത്തിനെ ഓവർ ഡിറ്റർമൈൻഡ് സിസ്റ്റം എന്ന് വിളിക്കാം. ഇഫ് ഈ സിസ്റ്റം നമ്പർ ഓഫ് ഇക്വേഷൻസ് നമ്പർ ഓഫ് അൺനോൺസ് ഈക്വൽ ആണെങ്കിൽ ഡിറ്റർമൈൻഡ് സിസ്റ്റം എന്ന് വിളിക്കാം. നമ്പർ ഓഫ് ഇക്വേഷൻസ് ലെസ് ദാൻ അൺനോൺ ആണെന്നുണ്ടെങ്കിൽ അൺഡിറ്റർമൈൻഡ് എന്ന് വിളിക്കാം. ദെൻ ഇനിയിപ്പോൾ എന്താണ് കൺസിസ്റ്റൻറ്റ് ഇഫ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ. എന്താണ് നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് സിംഗിൾ സൊല്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു മെട്രിക്സിനെ എന്താ പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെന്താണ് അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. ദെൻ ഇൻകൺസിസ്റ്റൻസ് വിളിക്കപ്പോഴാണ് ഇഫ് ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ, മാട്രിക്സിന് നോ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് നോ സൊല്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് വിളിക്കാം. നോ സൊല്യൂഷൻ വരുന്ന കേസ് ഏതാണ്, പാരലൽ ആവുന്നല്ലേ, ലൈൻ പാരലൽ ആവുന്ന കേസല്ലേ. ലൈൻ പാരലൽ ആണെങ്കിലാണ് നോ സൊല്യൂഷൻ വരുന്നത്. ഇനി പ്രപ്പോർഷനിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും. ദെൻ റോ ഇക്വലോൺ ഫോം. ഇനി നമ്മൾ ഗോസ് എലിമിനേഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു മെട്രിക്സിനെ നമുക്ക് എന്താണ് അതിനെ റോ ഇക്വലോൺ ഫോം എന്ന് വിളിക്കാം. അപ്പോൾ ഈ ആ ഒരു റോ റെഡ്യൂസ്ഡ് ഫോമിൻ്റെ റാങ്ക് തന്നെയായിരിക്കും എന്തിൻ്റെ, അല്ലെങ്കിൽ അവിടെയുള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും എന്താ റാങ്ക് എന്ന് പറയുന്നത് ആ ഒരു കേസിൽ റോ ഇക്വലോൺ ഫോമിൽ. അപ്പോൾ റാങ്ക് അങ്ങനെയും കാണാം. ഗോസ് എലിമിനേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അതായത് നോൺ സീറോ എലമെൻറ്റ്സ് ഉള്ള നമ്പർ ഓഫ് റോസ് ആയിരിക്കും എന്ത് ആ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് നമുക്ക് 2 തരത്തിലുള്ള ലീനിയർ സിസ്റ്റം വരുന്നുണ്ട്. നേരത്തെ നമ്മളൊരു ബി കോളം കണ്ടില്ലേ, ഒരു കോളം മെട്രിക്സ് ബി, അതിനകത്ത് ഫുൾ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹോമോജിനസ് സിസ്റ്റം എന്ന് വിളിക്കാം. ഇഫ് എനി വൺ ഓഫ് ദ ബി ഈസ് നോട്ട് ഈക്വൽ ടു 0 ദെൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ നോൺ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇനിയിപ്പോൾ റാങ്ക് എന്താണ് ഓർഡറിനേക്കാളും താഴെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് n- അതായത് ഓർഡർ മൈനസ് റാങ്ക് നമ്പർ ഓഫ് എന്താണ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ കണ്ടത് നോൺ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതല്ല കേസ്, അതായത് ഗോസ് എലിമിനേഷൻ അല്ലെങ്കിൽ നമുക്ക് മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, ആ വെക്ടർ ബി എന്ന് പറയുന്ന കോളം 0 ആയാൽ ഫുൾ കംപ്ലീറ്റ് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹോമോജിനസ് സിസ്റ്റം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് ഇനി ഹോമോജിനസ് സിസ്റ്റം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് എപ്പോഴും എന്തായിരിക്കും ഒരു ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, അതായത് കംപ്ലീറ്റ് 0 ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ടായി, അതായത് ഒറിജിനിൽ കോയിൻസൈഡ് ചെയ്യുക, എല്ലാ ലൈൻസും ഒറിജിനിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് ഇഫ് സച്ച് എ സിസ്റ്റം ഹാസ് എ റാങ്ക് ലെസ് ദാൻ ദ ഓർഡർ വി ക്യാൻ സേ ദാറ്റ് n-r ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഹോമോജിനസ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം
ഈ ബി എന്ന് പറയുന്നത് എന്താണ്, 0 മെട്രിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഗോസ് എലിമിനേഷൻ തന്നെ ചെയ്യണം. ഇപ്പോൾ ഗോസ് എലിമിനേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, റാങ്ക് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു n-r നമ്പർ ഓഫ് എന്താണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ, നോൺ ട്രിവിയൽ ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അടുത്ത കേസാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അതുപോലെ തന്നെ ഐഗൺ വാല്യൂസ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക് വെക്ടർ അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു മാട്രിക്സ് n/n² മാട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു nth ഒരു എ മാട്രിക്സ്, അതിൻ്റെ ഓർഡർ ഒരു സ്ക്വയർ മാട്രിക്സ് ആണ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഓർഡർ n ആണ്. ദെൻ ലാംഡ എന്ന് പറയുന്ന ഒരു ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു മാട്രിക്സ് ഉണ്ട്. ദെൻ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, -λi എന്ന ഫോമിൽ എഴുതും. ദെൻ ആ ഒരു മെട്രിക്സ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്ന് വിളിക്കാം. ദ ഡിറ്റർമിനൻറ്റ് ഓഫ് a - λi എന്ന് പറയുന്നത് എന്താണ്, അതൊരു നൾ പോളിനോമിയലാണ് ഓഫ് ഡിഗ്രി n ആണെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, സ്ക്വയർ മാട്രിക്സിൻ്റെ ഓർഡർ n ആണ്. ദെൻ ഒരു ലാംഡ എന്ന് പറയുന്ന ഒരു ഇൻഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള മാട്രിക്സ് ഉണ്ട്, നമുക്കതിനെ a - λ എന്ന് എഴുതാം. ദെൻ ആ ഫോമിനെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് മാട്രിക്സ് എന്ന് വിളിക്കാം ഓഫ് ഓർഡർ n. ദെൻ നമുക്ക് എന്താണ്, ഡിറ്റർമിനൻറ്റ് ഓഫ് a - λi ഈസ് എന്താണ്, is a null polynomial of a degree n. ദെൻ ആ ഒരു പോളിനോമിയലിനെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കാം. ദെൻ ഇക്വേഷൻ a - λi ഈസ് ഈക്വൽ ടു, അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് a - λi ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷന്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, അതായത് ഇപ്പോൾ nth ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് എന്താണ് n അൺനോൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ n സൊല്യൂഷൻസ് കിട്ടും, അല്ലെങ്കിൽ n റൂട്ട്സ് കിട്ടും. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്, അല്ലെങ്കിൽ ലാറ്റൻറ്റ് റൂട്ട്സ്, അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് എന്ന് വിളിക്കാം. അപ്പോൾ ഐഗൺ വാല്യൂസ് എന്നോ ലാറ്റൻറ്റ് റൂട്ട്സ് എന്നോ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്നോ നമുക്ക് എന്താണ് ഈ ഐഗൺ വാല്യൂസിനെ പറയാം. സോ നമുക്ക് എന്താ പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്, ഒരു nth ഡിഗ്രി എന്താണ് nth ഡിഗ്രി സ്ക്വയർ മാട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ സോ nth ഓർഡർ n ഓർഡറുള്ള സ്ക്വയർ മാട്രിക്സ് ഉണ്ട്. ദെൻ ലാംഡ എന്ന് പറയുന്ന ഒരു ഇൻഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള ഒരു മാട്രിക്സ് ഉണ്ട്. അപ്പോൾ a - λi നമുക്ക് എന്തെന്ന് വിളിക്കാം, ക്യാരക്ടറിസ്റ്റിക് മാട്രിക്സ് എന്ന് വിളിക്കാം. ദെൻ a - λയുടെ ഡിറ്റർമിനൻറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അതൊരു nth ഡിഗ്രി നൾ പോളിനോമിയലാണ്. ആ ഒരു പോളിനോമിയലിൻ്റെ പേരാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ആൻഡ് ദെൻ a - λi എന്ന് പറയുന്ന ആ ഒരു മാട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ ഇക്വാലൻ്റ് ടു 0 എന്നുള്ള ഒരു ഇക്വേഷനെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് എന്ന് വിളിക്കാം. ദെൻ അതിൻ്റെ സൊല്യൂഷൻ, അതിന് n സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. സോ അതിനെ നമുക്ക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക്കലുകാർക്കും അതുപോലെ തന്നെ മെക്കാനിക്കലുകാർക്കും ഒരു ഭാഗം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ ലൈഫ് സയൻസുകാർക്ക് ഇത്രേ പഠിക്കാനുള്ളൂ, ഈ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ അതുപോലെ തന്നെ ഈ ഐഗൺ വാല്യൂ വരെ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഐഗൺ വാല്യൂ കാണാൻ വരെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. സോ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഇത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാട്രിക്സ് കിട്ടി, അതായത് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് തന്നിട്ടുള്ളൊരു മാട്രിക്സ് എ എന്ന് എടുക്കുക. ദെൻ അതിനെ നമുക്ക് അതിനെ നമ്മളത് അതിൻ്റെ ഓർഡർ n ഓർഡറുള്ള ഒരു സ്ക്വയർ മാട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ a - λ എന്ന് എഴുതാം, ആ ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് മാട്രിക്സ് എന്ന് വിളിക്കാം. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് a - λ ഈസ് ഈക്വൽ ടു 0, അതിനെന്താണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, അതായത് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള മാട്രിക്സ് എന്താണ്, 8 - 6 2 ദെൻ -6 7 -4 2 -4 3 എന്നാണ് നമുക്ക് തന്നിട്ടുള്ള മാട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ a - λ ഡിറ്റർമിനൻറ്റ് ഓഫ് a - λ ഈസ് ഈക്വൽ ടു 0, ഐഗൺ വാല്യൂസ് കാണാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിലത്തെ ഓരോ ഡയഗണൽ എലമെൻറ്റ്സിനെ എന്ത് ചെയ്താൽ മതി, ആ ലാംഡ കൊണ്ട് മൈനസ് ചെയ്താൽ മതി, എന്നിട്ടാണ് ഡിറ്റർമിനൻറ്റ് കാണേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ എന്താണ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, സിമ്പിളാണ്, ഇത് പഠിച്ചാൽ മതി.
ഇത് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ ക്യൂബിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ കാൽക്കുലേറ്ററിൽ പറ്റും. സോ നമുക്ക് എന്താണ് ഇവിടെ ലാറ്റൻ റൂട്ട് അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാണാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അതായത് ലാംഡ റേസ് ടു എൻ, അതായത് ഇതിൻ്റെ ഓർഡർ, ഈ മാട്രിക്സിൻ്റെ ഓർഡറാണ്. ഇവിടെ അപ്പോൾ അതൊരു തേർഡ് ഓർഡർ മാട്രിക്സ് അല്ലെങ്കിൽ 3/3 മാട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ്, ദെൻ പ്ലസ് ലാംഡ ഇൻറ്റു, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ആണ് വരുന്നത്, ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് ആണ് വരുന്നത്. ദെൻ അപ്പോൾ ഇവിടെ ലാംഡ ഇൻറ്റു M11, അതായത് നമ്മുടെ ഈ ഒരു മാട്രിക്സിലെ ഈ ഒരു എലമെൻറ്റിൻ്റെ മൈനർ എടുക്കുക, പ്ലസ് അടുത്തത് എന്താണ് ഡയഗണൽ എലമെൻറ്റിൻ്റെ, അതായത് ഓരോ ഡയഗണൽ എലമെൻറ്റിൻ്റെയും മൈനേഴ്സിൻ്റെ സമ്മ് മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ എന്താണ് ആ ഒരു ഇക്വേഷനെ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തെടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇപ്പോൾ 8 മൈനസ് അതായത് ഈ തന്നിട്ടില്ല എ മൈനസ് ലാംഡയുടെ ഡിറ്റർമിനൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനേക്കാളും എളുപ്പം ഈ ഒരു ഇക്വേഷൻ കാണാനത് പഠിക്കുന്നത് എങ്ങനെയാണ്, സിമ്പിളാണ്. ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ട്രേസ് ഓഫ് എ പ്ലസ് ലാംഡ ഇൻറ്റു എന്താണ് സം ഓഫ് മൈനേഴ്സ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് ഈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നമുക്ക് കാൽക്കുലേറ്ററിൽ കാണാം. ഇവരുടെ ഈ ഡയഗണൽ എലമെൻസിൻ്റെ മൈനേഴ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കാണാം. ട്രേസ് ഓഫ് എ നമുക്ക് സിമ്പിളായിട്ട് കാണാം. എന്നിട്ട് എന്താണ് ഈ ഒരു ഇവിടെ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു അടുത്തത് എന്താണ് 8 + 7 + 3, അതായത് 18 കിട്ടിയിട്ടുണ്ട്. അടുത്ത ലാംഡ ഇൻറ്റു 7 3 -4 -4, അതേപോലെ തന്നെ ഇതിൻ്റെ സമ്മ് ഇതിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നമുക്ക് കാൽക്കുലേറ്ററിൽ കാണാം. ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ വന്നു, ലാംഡ ക്യൂബ് മൈനസ് 18 ലാംഡ സ്ക്വയർ പ്ലസ് 45 ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുണ്ട്. സോ ഇത് ക്യൂബിക് ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്ക് 3 വാല്യൂസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റൂട്ട്സ് കിട്ടുന്നുണ്ട്. ഈ റൂട്ട്സിനെയാണ് നമ്മൾ ലാറ്റൻ റൂട്ട്സ്, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇനി ഐഗൺ വെക്ടർ കാണാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഐഗൺ വെക്ടർ കാണാനില്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ഐഗൺ വെക്ടർ കാണാനുണ്ടെങ്കിൽ തന്നെ എന്താണ് ഓരോ ഐഗൺ വാല്യൂ മൈനസ് ലാംഡ 1 x ഈസ് ഈക്വൽ ടു 0, അതായത് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതിന് പകരം എന്താണ് എ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നാണ് ഇക്വേഷൻ വരുന്നത്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന്. അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും, എക്സ് എന്ന് പറയുന്ന ആ ഒരു കോളം മാട്രിക്സിൻ്റെ വാല്യൂസ് കിട്ടും. അതാണ് നമുക്ക് ഐഗൺ വെക്ടർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ 3 ഐഗൺ വെക്ടർ കിട്ടും. അപ്പോൾ ഈ ലൈഫ് സയൻസുകാർക്ക് ഇത്രേ വരെ ഉള്ളൂ ഈ ഐഗൺ വെക്ടർ വരെ. സോ ദെൻ ഇനി വരുന്നത് എന്താണ്, ഐഗൺ വെക്ടർ കണ്ടതിന് ശേഷം ഡയഗണലൈസേഷൻ ഓഫ് എ മാട്രിക്സ് ഉണ്ട്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു മാട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടു. ഐഗൺ വാല്യൂസ് എങ്ങനെ കാണുന്നത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന റൂട്ട്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഗൺ വെക്ടേഴ്സ് കണ്ടു. ഐഗൺ വെക്ടേഴ്സിൻ്റെ എന്താണ് ഒരു 3/3 മാട്രിക്സ് ആയിട്ട് എഴുതുന്നതാണെങ്കിൽ നമുക്ക് എന്താണ് മോഡൽ മാട്രിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരു മോഡൽ മാട്രിക്സിൻ്റെ നമുക്ക് കിട്ടുന്ന മോഡൽ മാട്രിക്സ് എന്താണ്, സിമെട്രിക് ആണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ നോം കാണണം. ഒന്നുമില്ല, എന്താണ് റോയിലെ ഓരോ എലമെൻസിനെയും എന്താണ് അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിൻ്റെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ നോം കാണുന്നത്. എന്നിട്ട് ഡയഗണലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡി ഈസ് ഈക്വൽ ടു ദ മോഡൽ മാട്രിക്സ് ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു മോഡൽ മാട്രിക്സ്. അത്ര ചെയ്താൽ നമുക്ക് എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ് കിട്ടും. അപ്പം ഈ ഒരു സെക്ഷൻ കൂടി എന്താണ് ഈ ഒരു ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സും കൂടി ആർക്കുണ്ട്, ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ മെക്കാനിക്കലൊക്കെ പഠിക്കുന്നവർക്കുണ്ട്, ഫിസിക്കൽ സയൻസ് പഠിക്കുന്നവർക്കുണ്ടാവും. ഗ്രൂപ്പ് ബി സി കാർക്ക്
ഈ 8.4 എന്ന് പറയുന്ന ഐഗൺ വെക്ടർ കണ്ടതിന് ശേഷം ഡയഗണലൈസേഷൻ വരെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ ഡയഗണലൈസേഷൻ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ ഡയഗണലൈസേഷനൊക്കെ സിമ്പിളാണ്. എന്താണ്, ഐഗൺ വെക്ടർ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കാൽക്കുലേറ്ററിനകത്ത് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൽ മെട്രിക്സ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സും കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് കൂടുതൽ മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള പ്രീവിയസ് കഴിഞ്ഞ സ്കീമിൽ ചോദിച്ചിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഡയഗണലൈസേഷനൊക്കെയാണ് കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത്. പിന്നെ ഗോസ് എലിമിനേഷൻ. അപ്പോൾ അതിൽ മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ എന്താണ്, നോമ കാണണം. നോമ കണ്ടതിന് ശേഷം എന്താണ്, ഇൻവേഴ്സും കാണുക, അത്രേ വേണ്ടുള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഇതിനകത്ത് റാങ്ക് കാണുന്നത് ശ്രദ്ധിക്കുക, അത് സിമ്പിളാണ്. അതുപോലെ തന്നെ ഓരോ മെത്തേഡും അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ളത് പഠിക്കുക. കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ തെറ്റും. അപ്പോൾ അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ ഏറ്റവും സുഖമായിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് അറിയില്ലെങ്കിൽ വേറെ ആൾക്കാരോടൊക്കെ ചോദിച്ച് പഠിക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം.